അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഡിജിറ്റൽ യുഗത്തിലെ മാതൃഭാഷാ പഠനം. ടീച്ചർ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു തുടർച്ചയായി സഞ്ചരിച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മാതൃഭാഷയുടെ പഠനം എന്നതിലേക്ക് എത്തുന്നതിന് മുൻപ് ഭാഷ എന്ന സങ്കല്പനം, അതിൽ നിന്ന് അതിവൈകാരികമായി പലപ്പോഴും നമ്മൾ വ്യവഹരിക്കാറുള്ള മാതൃഭാഷ എന്ന കുറച്ചുകൂടി കാൽപ്പനികമാക്കിയ മറ്റൊരു സങ്കല്പം, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് അതിൻ്റെ ബോധനത്തോട് നമ്മൾ പുലർത്തുന്ന, അതായത് ഇക്കാലം അത്രയും ഇപ്പം മലയാളത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, കേരളത്തിൽ നിന്നുകൊണ്ട് മാതൃഭാഷാ ബോധനത്തിൽ നമ്മൾ പുലർത്തിയ നൈതികതയെ വളരെ വിമർശന ബുദ്ധിയാവുന്ന സമീപിക്കേണ്ടതുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭാഷയെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള എഴുതി വെച്ചതോ പറഞ്ഞതോ വിശ്വസിപ്പിച്ചതോ ഒക്കെയായ ബഹുമുഖമായ ആശയധാരകൾ ഇന്ന് വളരെ സജീവമാണ്. അത് നമ്മളെല്ലാവർക്കും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബഹുസ്വരതകളെയും പരിഗണിച്ചു കൊണ്ടുള്ള ഭാഷ കേന്ദ്രിത സംവാദങ്ങൾ ഇന്ന് വളരെ ശക്തവുമാണ്. അങ്ങനെ വളരെ വിപുലമായ ജനാധിപത്യ മൂല്യ സങ്കല്പങ്ങളിലൂടെ എന്തിനേയും നോക്കിക്കാണുമ്പോഴും ഭാഷാബോധനത്തെ സംബന്ധിച്ച്, വിശേഷിച്ച് മാതൃഭാഷാ ബോധനത്തെ സംബന്ധിച്ച് നമ്മൾ പാലിച്ചു കൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രങ്ങൾ എത്രത്തോളം നീതിയുക്തമാണ് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ടീച്ചറോട് സൂചിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിച്ച് കാണും, ഭാഷയ്ക്കുള്ളിൽ ഭാഷയെ സംബന്ധിക്കുന്ന എല്ലാത്തരം വ്യവഹാരങ്ങളിലും ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഭാഷ തന്നെ ഒരു രാഷ്ട്രീയമാണ് എന്നാണ് ടീച്ചർ സൂചിപ്പിച്ചത്. അതെപ്പോൾ എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കേരളീയരുടെ മാതൃഭാഷ എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും ഇന്ന് പലരും ഉറക്കെ പ്രഖ്യാപിച്ചു തുടങ്ങി, പ്രത്യേകിച്ച് അക്കാഡമിക് സമൂഹത്തിൽ എഴുത്തുകാരുടെ ഇടയിൽ നിന്ന്, ആക്ടിവിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ഒക്കെ കുറച്ചുകൂടി ബഹുസ്വരമായ ശബ്ദം ബഹുസ്വരമായി നമ്മൾ പലതും കേട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം കേരളീയരുടെ മലയാളികളെന്ന് വിളിക്കുന്നത് മലയാളം പറയുന്നത് കൊണ്ടാണല്ലോ. മാതൃഭാഷയായി മലയാളം എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ജീവിക്കുന്ന അനേകം ഗോത്ര ജനവിഭാഗങ്ങളുടെയും ഭൂപ്രദേശം കൊണ്ട് പല സവിശേഷതകളും തൊഴിൽപരമായും വംശീയമായും ചില പ്രത്യേകതകൾ ഒക്കെയുള്ള പല ഗണവിഭാഗങ്ങളിലും മലയാളം എന്ന് പറയുന്ന രീതിയിലുമല്ല. ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് നമുക്കിവിടെ ഒരു ഗവൺമെൻറ് തലത്തിലൊരു ബോർഡ് തന്നെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഭാഷകൾ, ഇനി ആ ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പോലും വളരെ എസ്റ്റാബ്ലിഷായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന ലെവലിലേക്ക് മാറി നിൽക്കുന്ന തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ ഭാഷ ഇവിടെ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന അവരുടെ ഭാഷയ്ക്ക് കുറച്ചുകൂടി ഔദ്യോഗിക മേഖലയിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ പോലും ഇവിടുത്തെ ഗോത്രഭാഷ മേഖലകളിൽ ഏറ്റവും പുതിയ കാലത്താണ് CRT ഒക്കെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തന്നെ തുനിയുന്നത്. അതായത് ഗോത്ര ഭാഷകളിലൂടെയുള്ള ബോധനം ഈ തരത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ വളരെ പ്രോത്സാഹജനകമായൊരു കാര്യമാണ്. പക്ഷേ അതിന് പ്രായോഗിക തലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ അറിവ് വിതരണങ്ങളും നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഫോറിൻ ഭാഷകളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്, അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അറിവ് എന്ന് പറയുന്നത് പല ജ്ഞാന പദ്ധതികളിലുള്ള അറിവിനെ നമ്മൾ താരതമ്യം ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ അതായത് പൊതു മലയാളി, ഒരു മുഖ്യധാര മലയാളിയുടെ പഠനങ്ങളിൽ മാതൃഭാഷ കൂടാതെ വിദേശ ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പല ഡൊമെയിനിലേക്ക്, പല ജ്ഞാന മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നതിന് ഇംഗ്ലീഷ് ഭാഷ, അതുപോലെ മറ്റ് ഭാഷകൾ, ഇപ്പോൾ സംസ്കൃതമാണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഈ ഭാഷകളൊക്കെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും
തമസ്കരിക്കപ്പെട്ടു പോയവരും ബഹിഷ്കൃതരുമായവർ കേരളത്തിൻ്റെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല പ്രാന്തങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ കൂടിയാണ്. അവരുടെ വ്യവഹാരങ്ങളിൽ, അവരുടെ ജീവിത പരിസരങ്ങളിൽ അവരുടേതായ ജ്ഞാനരൂപീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും അവർ അതിവൈകാരികമായി അവരുടെ ഭാഷയിൽ നിന്നുകൊണ്ട് പല സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അവയെയൊക്കെ തികച്ചും ബൗദ്ധികമായും അക്കാദമികമായും നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നുമൊക്കെ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഭാഷാ സങ്കല്പം, ഭാഷാ നയം എന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് കുറേ കൂടി ഉൾക്കൊള്ളലുകളുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയാം, ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചത്. അതുവരെയും ഭാഷ, മലയാള ഭാഷ, മലയാളിയുടെ മാതൃഭാഷ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ കേരളീയത എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പുലർത്തിപ്പോരുന്ന പരമ്പരാഗതമായ ചില ധാരണകളുണ്ടല്ലോ. ഉദാഹരണത്തിന് ആദർശ കേരളം, ആദർശാത്മകമാണ് കേരളത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ ചരിത്ര ഘട്ടങ്ങളൊക്കെ തന്നെയും വളരെ ആദർശാത്മകമായിരുന്നു. അതിന് നവോത്ഥാന സ്വഭാവമുണ്ടായിരുന്നു. വിഭാഗീയതകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തുല്യതയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയ ഒരു സമൂഹമാണ് കേരളം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പഠിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് താനും. തൊട്ട് മുൻപുള്ള നൂറ്റാണ്ടുകളിലെ ഒരു ഇരുണ്ട സാമൂഹികാവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ശരിയുമാണ്, വളരെ ശരിയുമാണ് എന്ന് പറയാൻ പറ്റും. പരിപൂർണമായി ശരി നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴും അത് വളരെ ശരിയാണ്. അങ്ങനെ പറയുമ്പോൾ പോലും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും, നമ്മുടെ എല്ലാ നിലപാടുകളും, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ തീരുമാനങ്ങളും, നമ്മുടെ പുരോഗമനത്തിന് അല്ലെങ്കിൽ വികസനത്തിന് അനിവാര്യമായി നമ്മൾ രൂപപ്പെടുത്തുന്ന എല്ലാ നയങ്ങളിലും ഈ ആദർശ സ്വഭാവം, ഈ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ച, ഈ ജനാധിപത്യത്തോടുള്ള ആഭിമുഖ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതുതന്നെയാണ് ഭാഷയെ സംബന്ധിച്ചും ചിന്തിക്കേണ്ടത്. ശുദ്ധ മലയാളം അങ്ങനൊരു സാധനമുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെയൊന്നുമില്ല എന്ന്. പക്ഷേ ഈ അടുത്ത കാലം വരെയും ശുദ്ധ മലയാളം, തനി മലയാളം, തെളി മലയാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനക മലയാളം, ഇങ്ങനെയൊക്കെയുള്ള ഈ ഭാഷയെ സംബന്ധിച്ചും ഭാഷണത്തെ സംബന്ധിച്ചും ഉള്ള കുറേ പെരുപ്പിച്ച ആദർശ സങ്കല്പങ്ങൾ നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു നോക്കണം. കേരള തനിമ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ്. നമ്മുടെ ഒരു നിത്യവ്യവഹാരത്തിൽ നമ്മൾ പരിചയിച്ചൊരു സാധനമാണ് കേരള തനിമ, കേരളീയത. അതും ഊതിപ്പെരുപ്പിച്ച ചിലതാണെന്ന് നമുക്കറിയാം. കാരണം ഈ തനിമ എന്ന് പറയുന്ന സങ്കല്പം തന്നെ അട്ടിമറിക്കപ്പെടേണ്ടതാണ്. തനിമ എന്നത് സത്യത്തിൽ പലമയാണ്, പലതിലാണ്. ആ പലത് ചേരുമ്പോഴാണ് കേരളം എന്ന് പറയുന്നത് പലതിൻ്റെ ഒരു സമാഹൃത സങ്കല്പമാണ് എന്ന ബോധ്യം നമ്മളിലുണ്ടാകുമ്പോൾ മാത്രമേ ഭാഷണത്തിൻ്റെയും പലതിനെ നമുക്ക് ഉൾക്കൊള്ളാനാവുകയുള്ളൂ. ഈ പ്രശ്നം തന്നെയാണ് ഭാഷയുടെ ബോധനത്തിൽ, വിശേഷിച്ചും മാതൃഭാഷയുടെ ബോധനത്തിലും കടന്നുകൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേശത്തെ സംബന്ധിച്ച്, ഭാഷയെ സംബന്ധിച്ച് വെച്ച് പുലർത്തുന്ന, ഇങ്ങനെ പരമ്പരാഗതമായി നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന, വളരെ ആലങ്കാരികമായി നമ്മൾ എടുത്തുപയോഗിക്കുന്നതൊക്കെയും ചില ധാരണകൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ രാഷ്ട്രങ്ങളെ ഭാവനാ സമൂഹങ്ങളെന്ന് വിശേഷിപ്പിച്ചു. കാരണം ഓരോ രാഷ്ട്രവും ആ രാഷ്ട്രത്തെ ജീവിക്കുന്ന പ്രജാസമൂഹം ഓർ പൗരസമൂഹം, ഏകാധിപതികളുടേതാണെങ്കിൽ അത് പ്രജാസമൂഹമാണ്, ജനാധിപത്യത്തിൻ്റെ ഭരണകൂടങ്ങളാണെങ്കിൽ പൗരസമൂഹമാണ്. ഇതൊക്കെ നമ്മുടെ വിചാരമാണ്. പക്ഷേ സ്വഭാവം ഏത് ടൈപ്പ്? പ്രജാസമൂഹത്തിൻ്റെ സ്വഭാവമാണോ? ജനാധിപത്യത്തിലൂടെ കയറി വരിക്കുന്നവർക്ക് ഏകാധിപതികളുടെ സ്വഭാവമാണോ? ഒക്കെ ആലോചിക്കണം. തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അത് ഈ ഫാഷിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജനാധിപത്യം എന്ന് പറയുമ്പോൾ പോലും അതും ഒരു ഭാവനാ സൃഷ്ടിയാണെന്ന തരത്തിലേക്ക്
മാറിക്കൊണ്ടിരിക്കുക, അത്രയേറെ ആശങ്കയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം ഭാഷയെ സംബന്ധിച്ച സങ്കല്പങ്ങളിലുമുണ്ട്. ശുദ്ധ മലയാളം എന്ന് പറയുന്ന മാനക മലയാളം എന്നതിനെ സംബന്ധിച്ച ധാരണയിലും കിടക്കുകയാണ്. അപ്പോൾ ഈ തിരിച്ചറിവുകളെല്ലാം വന്നു നിൽക്കുമ്പോൾ പോലും നമ്മുടെ സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും ബിരുദാനന്തര പഠന പദ്ധതികളിലെയും ഭാഷാബോധനം ഇൻക്ലൂസീവാണോ, ഉൾക്കൊള്ളലുകളെ പരിഗണിച്ചു കൊണ്ടുള്ളതാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും അടുത്ത കാലത്താണ് ഒരു സർവകലാശാല കോളേജ് ലെവലുകളിലൊക്കെ ബിരുദാനന്തര മേഖലകളിൽ സാഹിത്യത്തെ തന്നെയും സാഹിത്യ പഠനത്തിനകത്ത് ഏറ്റവും പുതിയ മൂല്യസങ്കല്പങ്ങൾ, അതായത് പാരമ്പര്യ മൂല്യസങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധാനം കർത്തൃത്വവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള സാഹിത്യത്തെയും സംസ്കാരത്തെയും സിനിമയെയും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത് തന്നെ. ആ ഒരു നിലപാട് വ്യാകരണ പഠനത്തിൽ വന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം. നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലെയും കോളേജ് ക്ലാസ്സുകളിലെയും സർവകലാശാലകളിലേക്ക് വരുമ്പോൾ വ്യാകരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പഴയ കോളാമ്പി ജന്മിയായി മാറും നമ്മുടെ ബോധനത്തിൽ. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മുൻഷി സ്വഭാവമൊക്കെ നമ്മളിങ്ങനെ ഇപ്പോഴും കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ്. ഒരേ ക്ലാസ്സിൽ തന്നെ, ഒരു ഗ്രാജുവേഷൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിൽ ഒരു പേപ്പർ ഗ്രാമർ പഠിക്കുന്നുണ്ടായിരിക്കും, വേറൊരു പേപ്പർ ഭാഷാശാസ്ത്രം പഠിക്കുന്നുണ്ടാവും. ഭാഷാശാസ്ത്രത്തിനകത്ത് വരുമ്പോഴേക്കും മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും കൾച്ചറൽ സ്റ്റഡീസും സെമിയോട്ടിക്സും ഒക്കെ പഠിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ബഹുസ്വരതകളുടെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്യും. ഇത് പഠിക്കുന്നതെന്ന് പറയുന്നത് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇപ്പം മലയാളം മാതൃഭാഷയായിട്ടുള്ള കുട്ടികൾ മലയാളം മെയിൻ എടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓർ തമിഴ്, ഏത് ഭാഷയാണെങ്കിലും ഏത് ഭാഷ എടുക്കുന്നവരും മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിച്ചു പോകും. പക്ഷെ ഇപ്പോഴും നമ്മുടെ സിലബസുകളിൽ വ്യാകരണ സിലബസ് എടുത്ത് വെച്ച് നോക്കണം, അതിന് തനി പാരമ്പര്യ സ്വഭാവമാണ് കിടക്കുന്നത്. അപ്പോൾ കാരണം വ്യാകരണ ഗ്രന്ഥങ്ങൾ പണ്ടുണ്ടായിരുന്നതിൻ്റെ സ്വഭാവം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ സ്വീകാര്യത കിട്ടിയ വ്യാകരണ ഗ്രന്ഥങ്ങൾ, നമുക്ക് ഇവിടെ ലഭിച്ച വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിച്ച എഴുത്തുകാരെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഗുണ്ടട്ടുണ്ട്, പ്രധാനമായിട്ട് എടുത്ത് പറയാവുന്ന ആൾക്കാർ. ജോർജ് മാത്തൻ തരകനുണ്ട്, AR രാജരാജവർമ്മയുണ്ട്, ശേഷഗിരി പ്രഭുവുണ്ട്. ഇവരുടെയൊക്കെ ഗ്രാമർ ടെക്സ്റ്റുകളെ മറികടന്ന് നിൽക്കുന്ന ഒരു വ്യാകരണ രചനയ്ക്കൊക്കെ പലരും ശ്രമിച്ചെങ്കിലും എന്തുകൊണ്ടോ അക്കാഡമിക് മേഖലയിൽ അതിന് വലിയ സ്വീകാര്യത കിട്ടിയില്ല. അതിന് സമഗ്ര സ്വഭാവം വന്നില്ല എന്നുള്ള തർക്കങ്ങളും എപ്പോഴും അങ്ങനെയാണല്ലോ. ഈ ആധികാരികത എന്ന് പറയുന്നതിനകത്തും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആധികാരികത എന്ന ധാരണയ്ക്കുള്ളിൽ ചില രാഷ്ട്രീയങ്ങൾ എപ്പോഴും ഇതിനെല്ലാം അധികാരമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പറയാവുന്നതാണ്. അറിവിൻ്റെ അധികാരം ഒരു കാലഘട്ടത്തിൽ തികച്ചും വംശീയമായും തൊഴിൽ കേന്ദ്രിതമായാണ് വംശീയ വിഭജനം ഉണ്ടായത് എന്നാണ് ചാതുർവർണ്ണയക്കാർ പറയുന്നത്. ഇനി തൊഴിലുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ എങ്ങനെയാണെങ്കിൽ ഈ വംശീയമായ അടരുകൾ രൂപപ്പെട്ടതുപോലെ, തൊഴിൽപരമായ അടരുകൾ രൂപപ്പെട്ടതുപോലെ, സാമ്പത്തിക വർഗ അടരുകൾ രൂപപ്പെട്ടതുപോലെ അറിവിനെ സംബന്ധിച്ചും നല്ല തരത്തിലുള്ള ശ്രേണീകരണം എല്ലായിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഡൊമെയിനിലും ഉണ്ടായിട്ടുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഭാഷയെ സംബന്ധിച്ചുണ്ടായ എല്ലാ സംവാദങ്ങളിലും ഈ ശ്രേണീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പഴയ വ്യാകരണ ഗ്രന്ഥങ്ങളിലൂടെയും പഴയ ഭാഷാ പഠനങ്ങളും പരിശോധിക്കുമ്പോൾ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ലീലാതിലകം എന്ന് പറയുന്ന ഒരു മണിപ്രവാള ഭാഷയുടെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം, അത് മലയാളം അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് എന്തായാലും ഉണ്ടാകുമല്ലോ. മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് ആ പുസ്തകത്തെ പരിചയമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഭാഷാപദങ്ങൾ സംസാരിക്കുന്നവർ എന്ന് പറയുന്നത് വലിയ അറിവില്ലാത്ത ജനവിഭാഗമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ്.
അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അപാമരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഭാഷ സംസാരിക്കുന്നത്, ഭാഷയെന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഭാഷ. അപ്പം അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ കാലത്തെ മാതൃഭാഷാ ബോധനത്തെക്കുറിച്ച് അതിൻ്റെ സാങ്കേതികതയിലൂന്നി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും അതിൻ്റെ നയങ്ങളിലൂന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിലും ഭാഷ ബോധനത്തിൽ ഉൾപ്പെടുത്തേണ്ട പാഠ്യപദ്ധതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അക്കാഡമിക് ചർച്ചയിലാണെങ്കിലും സാമൂഹിക സാമ്പത്തിക വർഗ വിവേചനങ്ങളെ അഭിസംബോധന ചെയ്യാതെ വെറും ഉപരിപ്ലവമായി തീരുമാനങ്ങളെടുത്തിട്ടോ പറഞ്ഞിട്ടോ സ്വപ്നം കണ്ടിട്ടോ കാര്യമില്ല. അത് പ്രായോഗികമായി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുള്ള നയരൂപീകരണങ്ങളാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഭാഷയെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിൽ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഡിജിറ്റലാക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലത്ത് ലോകത്തെ സർഗാത്മക സാഹിത്യങ്ങളൊക്കെ ഇനി മനുഷ്യബുദ്ധികളെയൊക്കെ അട്ടിമറിക്കുമോ, മനുഷ്യനത് തന്നെ ഭീഷണിയായി മാറുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള കാലത്ത് ആ മേഖലയിലുള്ള പരിശീലനം നമ്മുടെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് വരെ കിട്ടാനുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ ഗവേഷണങ്ങൾ ഒരു വശത്ത് കൂടെ നടക്കും, അതിൻ്റെ ആപ്ലിക്കേഷനും നടക്കും. ഇപ്പം ഐസിഫോസ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന അതും അല്ലെങ്കിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭാഷയെയും AI-യെയും NLP-യെയും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും കേന്ദ്രീകരിച്ച് നടക്കുന്ന മൾട്ടി ഡിസിപ്ലിനറിയായ ഗവേഷണങ്ങളൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഈ ഗവേഷണ ഫലങ്ങൾ നമ്മുടെ പ്രൈമറി തലത്തിലുള്ള കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ കിട്ടുന്ന തരത്തിലുള്ള സാങ്കേതിക സാഹചര്യങ്ങൾ, വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, സാങ്കേതിക സാഹചര്യങ്ങൾ കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളെപ്പോലെയുള്ള പല സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ സർവകലാശാല, നിങ്ങൾ സർവ്വവിജ്ഞാനകോശം. അപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം കിടക്കുന്നുണ്ട്. കാരണം ആ മേഖലയിൽ വലിയ മുന്നേറ്റമാണല്ലോ ഉണ്ടായത്. അപ്പം ഭാഷ ഇനി ഈ ഭാഷയുടെ പല രീതിയിൽ പോകുന്നുണ്ട്. മനുഷ്യബുദ്ധിയെ, മനുഷ്യൻ്റെ ക്രിയാത്മകതയെ AI മറികടക്കുമോ? ചാറ്റ് ബോട്ടുകൾ നമ്മൾ പോലും അറിയില്ല. പണ്ട് ഇപ്പം 1996 IBM സൃഷ്ടിച്ച ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടറിനോട് ക്യാരി കാസ്പറോ ചെസ്സ് കളിച്ച് 96 ക്യാരി കാസ്പറോ ജയിക്കുന്നു, ഡീപ് ബ്ലൂ തോറ്റുപോയി. ഉടനെ IBM അടുത്ത അതിൻ്റെ ഒരു അനിയനെ സൃഷ്ടിക്കുന്നു. 97 ക്യാരി കാസ്പറോ തോറ്റുപോകുന്നു. ഇപ്പോഴോ നമ്മുടെ പലരുടെ ഈ ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ ശേഷിയുള്ള വീടുകളിലെ കുഞ്ഞുങ്ങൾ ചെസ്സ് പഠിക്കുന്നവരാണെങ്കിൽ അവരാരോടാണ് കളിക്കുന്നത്? അവരാരോടാണ്? മെഷീനോടാണ് കളിക്കുന്നത്, മനുഷ്യരോടല്ല. ചെസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെയും മുതിർന്ന മനുഷ്യർ പലരും ചെസ് ഒരു ക്രേസായിട്ടുള്ള ഒരു ഹോബിയായുള്ള മനുഷ്യർ കയ്യിലൊരു ഗാഡ്ജറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ബോറടി മാറ്റാൻ വേണ്ടി ചാറ്റ് ബോട്ടുമായി ചെസ്സ് കളിക്കുന്നവരുണ്ടാകും. ആ ഒരു കാലത്തേക്ക് നമ്മൾ മാറി നിൽക്കുന്ന ആ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഭാഷയെ സംബന്ധിച്ചുണ്ട്. ഭാഷയുടെ പ്രജനകത്വം മെഷീനിലേക്ക് രൂപാന്തരപ്പെടുത്താനുള്ള, അത് സെറ്റ് ചെയ്യാനുള്ള, അത്തരത്തിൽ അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന കാലത്ത് മിനിമം ഈ ജനറേറ്റിവിറ്റി, ഈ പ്രജനകത്വത്തിനുള്ള പരിശീലനം എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ. നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളിൽ, കോളേജ് ക്ലാസ് റൂമുകളിൽ. അതിന് എൻ്റെ ഒരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഈ ഭാഷണ ഭേദങ്ങൾ അത്രയും ഒരുപാട് ഭാഷാഭേദങ്ങളുണ്ടല്ലോ. ഇപ്പം ഐസിഫോസ് ചെയ്യുന്ന ഈ വലിയൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ പ്രോജക്റ്റ് വിജയിച്ച് കഴിഞ്ഞാൽ, അതൊന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനിക്കും. ഒരുപാട് കുട്ടികളെ ഒരുപാട് ഗവേഷകരെ അവരതിൻ്റെ പാർട്ടായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ
വിവിധ പ്രദേശങ്ങളിലെ സംഭാഷണ ഭാഷയുണ്ടല്ലോ. നമ്മുടെ പല കാസർഗോഡും കണ്ണൂരും വയനാടും ഒക്കെയുള്ള നാട്ടിൻപുറങ്ങൾ, എല്ലാ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയായിട്ട് സുരാജ് വെഞ്ഞാറമൂട് എന്ന നടൻ ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ സംഭാഷണത്തിലൂടെ ഒരു തിരുവനന്തപുരം ഭാഷ, അതാണ് തിരുവനന്തപുരം ഭാഷയെന്ന് കുറേ കാലം പ്രേക്ഷകരെല്ലാം തെറ്റിദ്ധരിച്ചു. പക്ഷേ തിരുവനന്തപുരം ഭാഷയ്ക്കകത്ത് പിന്നെയും ഒരുപാട് ഭേദങ്ങളുണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത് വീണ്ടും കുറേ മനുഷ്യർ കൂടി ഈ കലാരംഗത്തേക്കും പിന്നെ മീഡിയയുടെ റിപ്പോർട്ടിംഗ് ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തുടക്കകാലത്തൊക്കെ മീഡിയയിലെ റിപ്പോർട്ടിംഗ് ഒരൊറ്റ മാനക ഭാഷയുടെ ശൈലിയിലായിരുന്നിടത്ത് ഇപ്പോൾ അത് ബഹുസ്വരമായിട്ടുണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ. ആദ്യകാലത്തൊക്കെ പല മാധ്യമ സ്ഥാപനങ്ങളും ഈ മാനക ഭാഷയിൽ തന്നെ സംസാരിക്കാൻ റിപ്പോർട്ടിംഗ് അങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ, അതായത് തനിനാടൻ പ്രയോഗങ്ങൾ കയറി വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിടത്ത് ഇപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് പലരും. കാരണം വാർത്ത കുറേ കൂടി ആകർഷകമാക്കുക, അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് കൂടിയായി ഇൻഫോർടൈൻമെൻറ്റായി മാറുക എന്ന സങ്കല്പം വന്നതോടുകൂടി മാർക്കറ്റ് അത് ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ആ ഒരു നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറേ കൂടെ മനസ്സിലായി തിരുവനന്തപുരത്തിൻ്റെ പ്രാദേശിക ഭാഷാ ഭേദങ്ങൾ കുറേ കൂടിയുണ്ട്, അതുപോലെ ഓരോ നാടിനുമുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യമായ ഇടങ്ങളിൽ നിന്നെല്ലാം ഭാഷണ ഭേദങ്ങൾ ശേഖരിച്ച് അവയുടെ ട്രാൻസ്ക്രിപ്റ്റ് കൂടി ഒരു ഡാറ്റ, ഒരു കോർപ്പസ് രൂപീകരിക്കുക എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് ഇപ്പോൾ ഐസിഫോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിജയിച്ച് കഴിയുമ്പോൾ അവയെ കൂടി അവയുടെ വ്യാകരണ സവിശേഷതകൾ വ്യാകരണ പഠന ക്ലാസ്സുകളിലേക്ക് കയറി വരണം. അവയുടെ ഭാഷണ സവിശേഷതകൾ ഭാഷയെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ കയറി വരണം. ഭാഷണത്തിൽ ഒരു തരത്തിലുള്ള അപകർഷതാബോധവും ഒരു വ്യക്തിക്കും സംഭവിക്കാത്ത തരത്തിൽ ഇവിടെ ഭാഷാ സങ്കല്പങ്ങൾ കുറച്ചുകൂടി വിപുലമായി വ്യവഹരിക്കപ്പെടണം. കാരണം ഞാനിപ്പം മാതൃഭാഷ പഠനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പോലും ഇന്ന് മാതൃഭാഷയിലൂടെ പഠിക്കുന്ന, മാതൃഭാഷ മെയിനായി എടുത്ത് പഠിക്കുന്ന ബിരുദാനന്തര മേഖലകൾ പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്നവർ ഇൻ്റർ ഡിസിപ്ലിനറിയായും മൾട്ടി ഡിസിപ്ലിനറിയുമായുമാണ് ആ പഠനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗവേഷണങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭാഷാ പഠനത്തിൻ്റെ വ്യവഹാരമണ്ഡലം എന്ന് പറയുന്നത് പല ജ്ഞാനമണ്ഡലങ്ങളിലേക്കും പല ജ്ഞാന പദ്ധതികളിലേക്കും വളർന്നു നിൽക്കുന്നതും പല കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പല വ്യവഹാരങ്ങളെയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ആ തരത്തിലുള്ള ശേഖരണങ്ങളും തുടർ പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് ഇനി സംഭവിക്കേണ്ടതും. അപ്പോഴും ഭാഷയെ സംബന്ധിച്ച പഠനം ഇത്രയും ഭാഷയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ ഗവേഷണങ്ങളൊക്കെ ഇത്രയും മൾട്ടി ഡിസിപ്ലിനറിയായി നിൽക്കുമ്പോഴും ഭാഷാ പഠനം പാരമ്പര്യ രീതിയിലായിപ്പോയാൽ എന്ത് ചെയ്യും? അത് ഇനി തിരുത്തപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത ഐസിഫോസ് ഏറ്റെടുത്തതുപോലെ നമ്മളൊക്കെയും, അതുപോലെ ഐസിഫോസ് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ നമ്മളൊക്കെയും ഇനിയും നമ്മുടെ ഭാഷാ നയങ്ങളിൽ, ഭാഷാബോധനത്തിൻ്റെ നയങ്ങളിൽ, അറിവ് ശേഖരണത്തിൻ്റെ നയങ്ങളിൽ, നിലപാടുകളിൽ കുറേ കൂടി ജനാധിപത്യ സ്വഭാവത്തെ സ്വീകരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.